ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർധനവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശുപാർശ തയ്യാറായിരിക്കുന്നു. ദേശീയ ആരോഗ്യ മിഷന് കീഴിലുള്ള നയരൂപീകരണ സമിതിയാണ് വർധനവ് സംബന്ധിച്ച് ശുപാർശ തയ്യാറാക്കിയത്. എന്നാൽ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. ബി ബാലഗോപാൽ വിശദാംശങ്ങൾ നൽകും. ബാലു പറയൂ. അക്ഷയ, രാജ്യത്തെ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേശീയ ആരോഗ്യ മിഷൻ തയ്യാറാക്കിയിരിക്കുന്ന ശുപാർശ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അതിന് അംഗീകാരം നൽകുകയും അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പരിഗണനയ്ക്ക് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതായിരിക്കും. അതായത് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്കായി ഇനി ഈ വിഷയം പോകില്ല, മറിച്ച് ധനകാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ രാജ്യത്തെ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ കേരളം നേരത്തെ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും അതിനുവേണ്ടിയുള്ള മാറ്റം ഈ ചട്ടങ്ങളിൽ വരുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇവരെ ജീവനക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കില്ല. എന്നാൽ നിലവിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് കൂടുതൽ ട്രെയിനിങ്ങും മറ്റും നൽകുന്നതിന് അവരുടെ നൈപുണ്യ വികസനത്തിനായുള്ള കൂടുതൽ ഫണ്ട് അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻസെന്റീവ് വർധനവ് സംബന്ധിച്ചുള്ള ശുപാർശ തയ്യാറായിരിക്കുകയാണ്. അത് അനുമതിക്കായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ. ശരി, ബി ബാലഗോപാലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇൻസെന്റീവ് വർധന അതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നു. പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് തൊഴിലാളികളായി ആശമാരെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അതിൽ ഒരു തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു പക്ഷേ നിരാശയുണ്ടാകുന്നത്. പക്ഷേ ആശാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശിക്കാനുള്ള വകയുണ്ട്.